ഭാഗം 2 പുസ്തകം 5 അധ്യായം 4. വിശുദ്ധ യോസേപ്പിന്റെ ഭാഗ്യമരണം. പലതരത്തിലുള്ള രോഗപീഠകളാലും സഹനങ്ങളാലും വിശുദ്ധ യോസേപ്പ് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷങ്ങളായി. സ്നേഹത്തിന്റെ തീച്ചൂളയിൽ പരീക്ഷിക്കപ്പെടുന്തോറും ദൈവസ്നേഹം അദ്ദേഹത്തിൽ വളർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക ആരോഗ്യം നാൾ തോറും ക്ഷയിച്ചു വന്നു. സ്നേഹത്തോടും തീഷ്ണതയോടും കൂടി പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അമ്മ തന്റെ വത്സലപുത്രനോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ മകനെ, നിന്റെ ദാസനായ വിശുദ്ധ യോസേപ്പിന്റെ മരണത്തിനായി നീ നിയോഗിച്ചിരിക്കുന്ന സമയം സമാഗതമായതായി നിന്റെ ദിവ്യപ്രകാശത്തിന്റെ കാഴ്ചയിൽ ഞാൻ അറിയുന്നു. ആ മണിക്കൂറിൽ നീ അദ്ദേഹത്തിന് തുണയാകണമേ എന്ന് നിന്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ യാചിക്കുന്നു. നീതിമാനായ അദ്ദേഹത്തിന്റെ മരണം സമാധാനപൂർണമായിരിക്കട്ടെ. നീ നിന്റെ വിശ്വസ്തദാസർക്കായി നിത്യകവാടം തുറക്കുമ്പോൾ അദ്ദേഹം അതിന് സർവയോഗ്യനായി തീരട്ടെ. എന്റെ മകനെ, നിന്റെ ദാസന്റെ എളിമയെയും സ്നേഹത്തെയും നീ തൃക്കൺ പാർക്കണമേ. അദ്ദേഹത്തിന്റെ നന്മകളെയും യോഗ്യതകളെയും പരിഗണിക്കണമേ. എത്ര ശ്രദ്ധയോടും വിശ്വസ്തയോടും കൂടിയാണ് ഈ നീതിമാൻ തന്റെ നെറ്റിയിലെ വിയർപ്പൊഴുക്കി നിന്നെയും ഈ എളിയ ദാസിയായ എന്നെയും പരിപാലിച്ചത്. ഈശോ മറുപടി പറഞ്ഞു: എന്റെ അമ്മേ, അവിടുത്തെ അർത്ഥന എനിക്കേറ്റം ആനന്ദകരമാണ്. യൗസേപ്പിന്റെ യോഗ്യതകൾ എനിക്കേറ്റം സ്വീകാര്യമാണ്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഒരു രാജകുമാരനെ പോലെ പരിഗണിക്കുകയും ചെയ്യും. മാലാഖമാരുടെ വന്ദനത്തിനും മനുഷ്യരുടെ വണക്കങ്ങൾക്കും ഹേതുവാകത്തക്ക വിധം അദ്ദേഹത്തിന് ഔന്നിത്യം നൽകപ്പെടും. തന്റെ പുത്രന്റെ ഈ വാഗ്ദാനത്തിനായി അമ്മ അപ്പോൾ തന്നെ നന്ദി പ്രകാശിപ്പിച്ചു. തന്റെ മരണത്തിനു മുൻപുള്ള 9 ദിനരാത്രങ്ങളിൽ വിശുദ്ധ യോസേപ്പ് മറിയത്തിന്റെയും അവളുടെ പുത്രന്റെയും ശുശ്രൂഷകളാലും സാന്നിധ്യത്താലും അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിന്റെ ഉത്തരവിൻ പ്രകാരം മാലാഖമാർ ദിവസവും 3 പ്രാവശ്യം സംഗീതമാലപിച്ച് ദൈവത്തെ സ്തുതിക്കുകയും യോസേപ്പിന് ആശീർവാദം നൽകുകയും ചെയ്തിരുന്നു. ഈ അമൂല്യ വാസസ്ഥലത്ത് സദാ സൗരഭ്യം നിറഞ്ഞു നിന്നിരുന്നു. ഈ സൗരഭ്യം ആ വീടിനടുത്തു വന്ന സകലർക്കും അനുഭവവേദ്യമായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം 24 മണിക്കൂറും വിശുദ്ധ യോസേപ്പ് ദിവ്യ അനുഭൂതിയിൽ മുഴുകിക്കഴിഞ്ഞു. മുൻപ് തന്റെ വിശ്വാസത്തിൽ മാത്രം ദർശിച്ചിരുന്ന ദൈവികതയുടെ സത്തയെ അദ്ദേഹം നേരിൽ കണ്ട് ആനന്ദിച്ചു. ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികളുടെ മഹാരഹസ്യങ്ങൾ, ദിവ്യ കൂദാശകൾ, തിരുസഭ, ഇതെല്ലാം അവിടെ വെളിപ്പെടുത്തപ്പെട്ടു. പാതാളവാസികളായ പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകരുടെയും പക്കൽ തന്റെ ദിവ്യദൂതനാകാൻ വിശുദ്ധ യോസേപ്പിനെ തെരഞ്ഞെടുക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. അബ്രാഹത്തിന്റെ മടിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം അവർക്ക് കൈമാറാൻ അദ്ദേഹത്തിന് ദൈവം ആജ്ഞ നൽകി. ഇതിനെല്ലാം അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞു. വിശുദ്ധ യോസേപ്പ് ഈ അനുഭൂതിയിൽ നിന്ന് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം അത്ഭുതകരമായ ദിവ്യശോഭയിൽ പ്രകാശിച്ചു. ദൈവസത്യയുടെ മഹത്വം നേരിൽ കണ്ടതിന്റെ ഫലമായിരുന്നു ഇത്. അദ്ദേഹം തന്റെ ദിവ്യ പങ്കാളിയോട് തന്നെ അനുഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ സ്വപുത്രനോട് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. അവിടുന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ എളിമയോടെ വിശുദ്ധ യോസേപ്പിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് തന്റെ ഭർത്താവും ശിരസുമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം യാചിച്ചു. വിശുദ്ധ യോസേപ്പിന് ലഭിച്ച ദിവ്യപ്രചോദനത്താൽ തന്റെ ദിവ്യ പങ്കാളിക്ക് അനുഗ്രഹം നൽകി. തന്നെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ കരം അവൾ ചുംബിക്കുകയും പാതാളത്തിലെ ആത്മാക്കൾക്ക് തന്റെ ആശംസകൾ അർപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തന്റെ കടന്നുപോകലിനുള്ള സമയമായി എന്നറിഞ്ഞ വിശുദ്ധ യോസേപ്പ് തന്റെ കുറവുകളും ദൗർബല്യങ്ങളും നിമിത്തം പരിശുദ്ധ മറിയത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തെ താഴ്മ കൊണ്ട് മുദ്രവെച്ചു. വിശുദ്ധ യോസേപ്പ് തന്റെ പുത്രനിലൂടെ ലഭിച്ച മഹാഭാഗ്യത്തിനും രോഗാവസ്ഥയിൽ അവിടുന്ന് നൽകിയ ശുശ്രൂഷകൾക്കും നന്ദി പറഞ്ഞു. വിശുദ്ധ യോസേപ്പിന്റെ അവസാന വചനങ്ങൾ ഇവയായിരുന്നു: നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവളുമാകുന്നു. മാലാഖമാരും മനുഷ്യരും നിന്നെ സ്തുതിക്കട്ടെ. എല്ലാ തലമുറകളും നിന്നെ അറിയുകയും വാഴ്ത്തുകയും ചെയ്യും. നിന്നിലൂടെ അത്യുന്നതന്റെ നാമം അറിയപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യട്ടെ. സകല സൃഷ്ടികളിലും വെച്ച് നീ പരിപൂർണ സുന്ദരിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ പിതൃഭവനത്തിൽ വീണ്ടും നിന്റെ ദർശനത്താൽ ആനന്ദിക്കാനിടയാകും എന്നു ഞാൻ പ്രത്യാശിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം വിശുദ്ധ യോസേപ്പ്
യേശുവിന്റെ പക്കലേക്ക് തിരിഞ്ഞ് ഭക്തി ആദരപൂർവം അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഈശോ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് തന്റെ വളർത്തുപിതാവിനെ കരങ്ങളിൽ ചേർത്തണച്ചു. വിശുദ്ധ യോസേപ്പ് തന്റെ ശിരസ് അവന്റെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ കർത്താവും ദൈവവും നിത്യപിതാവിന്റെ പുത്രനും ലോകസ്രഷ്ടാവും പരിത്രാണകനുമായവനെ, നിന്റെ ദാസനും കരവേലയുമായ ഈയുള്ളവനെ അനുഗ്രഹിക്കുക. നിന്റെ ശുശ്രൂഷയിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ എന്നോട് സദയം പൊറുക്കുക. ഞാൻ നിന്നെ വാഴ്ത്തുകയും നിത്യവും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തെന്നാൽ നിന്റെ കാരുണ്യത്താൽ ഈ ദാസനെ നിന്റെ അമ്മയുടെ പങ്കാളിയാകാൻ നിയോഗിച്ചല്ലോ. നിന്നെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയെന്നത് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കൃതജ്ഞതാസ്തുതിയാണ്. ഈശോ തന്റെ ആശീർവാദം വളർത്തു പിതാവിന് അർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ പിതാവേ, എന്റെയും സ്വർഗീയ പിതാവിന്റെയും വരപ്രസാദം സ്വീകരിച്ച് വിശ്രമിക്കുക. പാതാളത്തിൽ നിത്യരക്ഷ പാർത്തു കഴിയുന്ന വിശുദ്ധരെ അവരുടെ രക്ഷയുടെ ദിനം അടുത്തെത്തിയിരിക്കുന്നുവെന്ന സന്തോഷവാർത്ത അറിയിക്കുക. ഈ വാക്കുകൾ ശ്രവിച്ച് യേശുവിന്റെ കരങ്ങളിൽ ശിരസർപ്പിച്ച് ഭാഗ്യപ്പെട്ട മാർയോസേപ്പ് ജീവൻ സമർപ്പിച്ചു. ഈശോ അദ്ദേഹത്തിന്റെ മിഴികൾ അടച്ചു. ആ സമയത്ത് മാലാഖമാർ പ്രത്യക്ഷരായി മധുരമായ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. കർത്താവിന്റെ കൽപ്പന പ്രകാരം ആ മാലാഖമാർ വിശുദ്ധ യോസേപ്പിന്റെ ആത്മാവിനെ പൂർവ്വപിതാക്കളും ദൈവത്തിന്റെ പരിശുദ്ധരും ഒന്നു ചേർന്നിരുന്ന ഇടത്തേക്ക് സംവഹിച്ചു. അവിടെ എത്തിയ ഉടനെ ലോകരക്ഷകന്റെ ദത്തുപിതാവിനെ മഹത്വത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ചു. സമീപസ്ഥമായിരിക്കുന്ന അവരുടെ സ്വർഗപ്രവേശന സദ്വാർത്ത കർത്താവിന്റെ ആജ്ഞപ്രകാരം അവരെ അറിയിച്ചപ്പോൾ അവർ ആനന്ദതുന്തിലരായി. വിശുദ്ധ യോസേപ്പിന്റെ മരണകാരണം രോഗങ്ങളും സഹനങ്ങളും മാത്രമായിരുന്നില്ല. ഉജ്ജ്വലമായ ദൈവസ്നേഹത്തിന്റെ ആധിക്യത്താൽ യോസേപ്പിന്റെ ദേഹിയെ ദേഹത്തോട് ബന്ധിച്ചിരുന്ന കെട്ടുപാടുകൾ അഴിഞ്ഞു വീഴുകയും അനശ്വരാത്മാവ് നശ്വരദേഹത്തെ ഉപേക്ഷിച്ച് മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. ഇതിലൂടെ വിശുദ്ധ യോസേപ്പിന് ലഭ്യമായത് മരണമല്ല, ഒരു നിദ്രയാണ്. മരണമെന്നത് ശരീരത്തിന്റെ ഉറക്കവും യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭവുമത്രേ. മരിക്കുമ്പോൾ വിശുദ്ധ യോസേപ്പിന് 60 വയസ്സ് കഴിഞ്ഞതേയുണ്ടായിരുന്നുള്ളൂ. തന്റെ 33-ാം വയസ്സിലാണ് അദ്ദേഹം പരിശുദ്ധ കന്യകയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത്. അതിനുശേഷം 27 വർഷങ്ങളും ഏതാനും ദിവസങ്ങളും അവളോടൊപ്പം ജീവിച്ചു. വിശുദ്ധ യോസേപ്പ് മരിച്ചപ്പോൾ പരിശുദ്ധ മറിയത്തിന് 42.5 വയസ്സ് പൂർത്തിയായിരുന്നു. അവൾ 14-ാം വയസ്സിലാണ് വിശുദ്ധ യോസേപ്പിനോട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടത്. 27 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാകുമ്പോൾ 41 വയസ്സ് കടന്നു. ഈ വർഷങ്ങളോടൊപ്പം സെപ്റ്റംബർ മാസം 8 മുതൽ തന്റെ പങ്കാളിയുടെ മരണം വരെയുള്ള ദിവസങ്ങൾ കൂടി കണക്കിലെടുക്കണം. പരിശുദ്ധ അമ്മ 33-ാം വയസ്സിൽ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിൽ അപ്പോഴും നിലനിന്നു. പ്രായത്തിന്റെയോ ശാരീരിക ക്ഷീണത്തിന്റെയോ ആയ യാതൊരു അടയാളങ്ങളും അവളിൽ പ്രകടമായില്ല. സ്ത്രീത്വത്തിന്റെ പൂർണ്ണതയിൽ അവൾ നിലനിന്നു. വിശുദ്ധ യൗസേപ്പിന്റെ മരണത്തിൽ മനുഷ്യ സഹജമായ ദുഃഖം മാതാവും അനുഭവിച്ചു. എന്തെന്നാൽ തന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ അവൾ അദ്ദേഹത്തെ ഗാഢമായി സ്നേഹിച്ചിരുന്നു. മറ്റു വിശുദ്ധർക്ക് നൽകപ്പെട്ട വരദാനങ്ങൾ സൗജന്യമായി നൽകപ്പെട്ടവയായിരുന്നു. അത് അവരുടെ വിശുദ്ധിക്കുള്ള പ്രതിഫലം ആയിരുന്നില്ല. എന്നാൽ വിശുദ്ധ യോസേപ്പിൽ ചൊരിയപ്പെട്ട വരദാനങ്ങൾ വ്യക്തിപരമായ നന്മകളെയും പൂർണ്ണതയെയും വളർത്താൻ സഹായകമായി. ഈ വരദാനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മാലാഖയ്ക്കടുത്ത വിശുദ്ധിയായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ വല്ലഭനായി തീരാനുണ്ടായിരുന്ന യോഗ്യത. അവളാണല്ലോ സ്വർഗീയ കൂദാശകളുടെ കേദാരവും നിക്ഷേപപാത്രവും. വിശുദ്ധ യൗസേപ്പിന്റെ വിശുദ്ധിയുടെ രൂപീകരണ പ്രക്രിയ ഗർഭത്തിൽ ഉരുവായ നിമിഷം മുതൽ ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രാസഘടനകളെ ഏറ്റവും കൃത്യതയോടെ ക്രമീകരിച്ചിരുന്നു. ഗർഭത്തിൽ ഉരുവായി 7 മാസം കഴിഞ്ഞപ്പോൾ യൗസേപ്പിനെ കർത്താവ് വിശുദ്ധീകരിച്ചു. പാപത്തിന്റെ കളങ്കം ദൂരീകരിച്ചു. അതിനാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അശുദ്ധിയോ അരാജകത്വമോ തീണ്ടിയില്ല. ഈ വിശുദ്ധീകരണ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ വിശേഷ ബുദ്ധി ലഭ്യമായിരുന്നില്ല. എങ്കിലും യൗസേപ്പിന്റെ അമ്മ പരിശുദ്ധാത്മ സ്പർശത്താൽ അനവധ്യമായ ആനന്ദമനുഭവിച്ചു. ഈ മഹാരഹസ്യത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അവൾ അറിഞ്ഞില്ല. എങ്കിലും തന്റെ ഗർഭത്തിൽ വളരുന്നവനാരായിരുന്നാലും അവൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ദൃഷ്ടിയിൽ എത്രയും അനുപമനായിരിക്കുമെന്നും അവൾ അറിഞ്ഞു.
ശിശുവായ യൗസേപ്പിന്റെ അലൗകിക സൗന്ദര്യം മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഒരുപോലെ ആഹ്ലാദിപ്പിച്ചു. 3-ാം വയസ്സുമുതൽ യൗസേപ്പ് അറിവും വിവേകവും നിറഞ്ഞവനായിരുന്നു. ആ സമയം മുതൽ ശിശു ദൈവത്തെയും അവിടുത്തെ പ്രവൃത്തികളെയും കുറിച്ച് ശ്രവിച്ചതെല്ലാം ഹൃദിസ്ഥമാക്കുകയും ജ്ഞാനത്തിൽ വളരുകയും ചെയ്തു. പ്രായത്തിനനുയോജ്യമായ പുണ്യപ്രവൃത്തികളും ആധ്യാത്മിക അഭ്യാസങ്ങളും പരിശീലിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും നൈപുണ്യം നേടി. 7-ാം വയസ്സിൽ തന്നെ യൗസേപ്പ് ബുദ്ധിയുടെയും വിശുദ്ധിയുടെയും ഔന്നത്യത്തിലെത്തി. ഹൃദയത്തിൽ മാലാഖമാർക്കടുത്ത നൈർമല്യവും പെരുമാറ്റത്തിൽ കരുണയും ആ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. യൗസേപ്പിനെ ജീവിത പങ്കാളിയായി നിശ്ചയിക്കപ്പെട്ടപ്പോൾ മുതൽ അദ്ദേഹത്തിൽ വിശുദ്ധി നിറയുന്നതിനും തന്റെ ആഗ്രഹങ്ങൾക്ക് യോജിച്ച ഭർത്താവായി മാറ്റുന്നതിനും വേണ്ടി മറിയം പ്രാർത്ഥിച്ചിരുന്നു. അവളുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് യൗസേപ്പിന്റെ ആത്മാവിനെ എല്ലാവിധ നന്മകളാലും പൂരിതമാക്കി. അദ്ദേഹത്തിന്റെ സമസ്ത കഴിവുകളെയും വിശുദ്ധീകരിക്കുകയും വരപ്രസാദം നിറയ്ക്കുകയും ചെയ്തു. ചാരിത്രശുദ്ധിയുടെ കാര്യത്തിൽ തന്റെ ദിവ്യ പങ്കാളി ശ്രാപ്പേന്മാർക്കു മീതെ ഉയർത്തപ്പെട്ടു. എന്തെന്നാൽ അവർ പ്രകൃതി വിധേയ ശരീരമില്ലാതെയാണ് വിശുദ്ധിയിൽ വ്യാപരിച്ചതെങ്കിൽ യൗസേപ്പ് തന്റെ ഭൗതികവും നശ്വരവുമായ ശരീരത്തോടു കൂടിയാണ് വിശുദ്ധി പാലിച്ചത്. ഇന്ദ്രിയമായ യാതൊരു പ്രലോഭനങ്ങൾക്കും വശംവദനാകാൻ ദൈവം അദ്ദേഹത്തെ അനുവദിച്ചില്ല. ഇത്തരം ഭാവനകളിൽ നിന്ന് അദ്ദേഹം പൂർണ്ണ സ്വതന്ത്രനായിരുന്നു. മാലാഖയ്ക്കു ചേർന്ന നിഷ്കളങ്കതയിൽ സദാ വ്യാപരിച്ചിരുന്നു. അതിനാൽ എല്ലാ സൃഷ്ടികൾക്കും മീതെ പരിശുദ്ധ മറിയത്തിന്റെ പങ്കാളിയാകാൻ അദ്ദേഹം യോഗ്യനായി തീർന്നു. ഉപവിയുടെ പ്രവർത്തനങ്ങളിൽ യൗസേപ്പ് മറ്റുള്ളവരിൽ നിന്ന് ഏറെ മുന്നിട്ടു നിന്നു. എന്തെന്നാൽ നിത്യജീവനിലേക്കു നയിക്കുന്ന ഉപവിയുടെ ജീവനുള്ള ഉറവയോട് ചേർന്നാണല്ലോ അദ്ദേഹം വസിച്ചിരുന്നത്. യോഹന്നാൻ 4:14. ആ അഗ്നിഗോളത്തോട് അടുത്തിട പഴകുകയും ആ സ്നേഹാഗ്നിയാൽ അദ്ദേഹം ആവാഹിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം തന്നെ ആ സ്നേഹത്തിനു കിട്ടിയ പ്രതിസമ്മാനമായിരുന്നു. രോഗമുയർത്തിയ ആതുര നിശ്വാസങ്ങളെ സ്നേഹത്തിന്റെ നിശ്വാസങ്ങൾ നിഷ്പ്രഭമാക്കി. അദ്ദേഹത്തിന്റെ സ്നേഹം രോഗത്തെ കീഴടക്കി. തന്റെ സ്നേഹപാത്രങ്ങളായ യേശുവും മറിയവും സദാ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. എന്തെന്നാൽ തന്റെ ജീവനോട് ഏറ്റവും ചേർന്നു നിന്നിരുന്നവർ അവരായിരുന്നു. സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഭാഗ്യവാനായ യൗസേപ്പ് വാഴ്ത്തപ്പെടട്ടെ. എല്ലാ തലമുറകളും എല്ലാ ജനപദങ്ങളും അദ്ദേഹത്തെ അറിഞ്ഞാദരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥ ശക്തിയെപ്പറ്റി എനിക്കു ലഭിച്ച അറിവുകൾ താഴെ പറയുന്നവയാണ്. ശുദ്ധത എന്ന പുണ്യം സ്വന്തമാക്കാൻ, ജഡിക ആസക്തിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, പാപപ്രലോഭനങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ, ദൈവവുമായി ഗാഢമായ ബന്ധം സ്ഥാപിക്കാൻ, പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും വളരാൻ, ഭാഗ്യമരണം എന്ന പുണ്യം സ്വന്തമാക്കാൻ, മരണവേളയിൽ പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ, പിശാചുക്കളെ ആട്ടിയോടിക്കാൻ, ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാൻ, പ്രയാസവേളകളിൽ സഹായം തേടാൻ, സന്താനലബ്ധി സാധ്യമാക്കാൻ, മേൽ പറഞ്ഞവയും മറ്റനേകം അനുഗ്രഹങ്ങളും വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥതയിലൂടെ തന്നെ സമീപിക്കുന്നവർക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. സഭാമക്കളായ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ വിശുദ്ധ യൗസേപ്പിനോട് ഭക്തിയുള്ളവരായിരിക്കണം. മേൽ പറഞ്ഞ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കു ലഭിക്കും. അതിനാൽ ശരിയായ ഭക്തിയോടും നിഷ്ഠയോടും കൂടി അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കുക. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, എന്റെ ജീവിത പങ്കാളിയായ വിശുദ്ധ യൗസേപ്പിനെ സ്വർഗീയ ജെറുസലേമിലെ വിശുദ്ധർക്കിടയിലെ രാജകുമാരനായി നീ അവതരിപ്പിച്ചല്ലോ. എന്നാൽ മാനുഷിക പരിമിതി മൂലം ദൈവത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ നിനക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ കർത്താവ് തന്റെ വിശുദ്ധ കൂദാശയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അപ്പോൾ അവർ അത്ഭുതപ്പെട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യും. അന്ത്യവിധിയിൽ എല്ലാ മനുഷ്യരും നിത്യവിധിക്കായി നിൽക്കുമ്പോൾ ശപിക്കപ്പെട്ടവർ തങ്ങളുടെ പാപങ്ങളെപ്പറ്റിയോർത്ത് വിലപിക്കും. തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ആനുകൂല്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞത് ഈ പാപങ്ങളാണല്ലോ. വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചാൽ നീതിമാനായ ന്യായാധിപന്റെ സൗഹൃദം നേടാൻ സാധിക്കും. എന്റെ ജീവിത പങ്കാളിക്ക് ദൈവം നൽകിയ ആനുകൂല്യങ്ങൾ എന്താണെന്ന് മനുഷ്യവർഗം അറിയുന്നില്ല. എന്റെ വത്സല മകളെ, ഞാൻ നിന്നോട് പറയുന്നു, അദ്ദേഹം ദൈവസന്നിധിയിൽ അപാര ശക്തിയുള്ളവനാണ്. കർത്താവിന്റെ ദിവ്യക്രോധത്തെ തണുപ്പിക്കാനും അവിടുത്തെ പ്രതികരണത്തെ പിൻവലിപ്പിക്കാനും അദ്ദേഹം കഴിവുറ്റവനുമത്രേ. നിനക്കായി വെളിപ്പെടുത്തപ്പെട്ട ഈ ദിവ്യ സത്യങ്ങളെ പ്രതി നീ ഏറ്റവും കൃതജ്ഞതയുള്ളവളായിരിക്കണം.
ഞാൻ നിനക്കു തരുന്ന പ്രത്യേക ആനുകൂല്യത്താലാണ് ഈ ദിവ്യരഹസ്യങ്ങളുടെ വെളിച്ചം നിനക്കു ലഭിച്ചത്. നിന്റെ ശിഷ്ടജീവിതത്തിൽ എന്റെ പങ്കാളിയോടുള്ള ഭക്തിയിൽ നീ വളരണം. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കണം. എന്റെ പങ്കാളിക്ക് ദൈവം നൽകിയ പുണ്യങ്ങളിലൂടെ എനിക്കു കൈവന്ന അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെപ്പറ്റിയുള്ള അറിവിനെയോർത്ത് നീ സന്തോഷിക്കുക. എല്ലാ ആവശ്യങ്ങളിലും ഈ പിതാവിന്റെ മധ്യസ്ഥം തേടുക. നീ ഇക്കാര്യങ്ങളിൽ മറ്റു മനുഷ്യർക്ക് മാതൃകയാകണം. യൗസേപ്പിനെ വണങ്ങാൻ നീ സ്വന്തം സമൂഹത്തെ പ്രേരിപ്പിക്കണം. സ്വർഗത്തിൽ ദൈവത്തോട് എന്റെ ഭർത്താവ് ആവശ്യപ്പെടുന്നതെല്ലാം ഭൂമിയിൽ സാധ്യമാക്കപ്പെടും. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലൂടെ അനിതര സാധാരണമായ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് ലഭ്യമാകും. അവർ അത് നേടാനുള്ള യോഗ്യത നഷ്ടപ്പെടുത്താതിരിക്കണം. ഈ വിശുദ്ധന്റെ സദ്ഗുണങ്ങൾക്കും പരിപൂർണതയ്ക്കും പ്രതിഫലമായി ദൈവം നൽകിയ ആനുകൂല്യങ്ങളാണ് ഇവയെല്ലാം. ദൈവകാരുണ്യം വിശുദ്ധ യൗസേപ്പിലൂടെ സമൃദ്ധിയായി വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്നവർക്കായി അത് അത്ഭുതകരമാവണ്ണം ചൊരിയാൻ ദൈവം എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു.